ഹായ് ഫ്രണ്ട്സ്, അഡ്വെൻറ്റ് ഓഫ് യൂറോപ്യൻസ് അഥവാ യൂറോപ്യന്മാരുടെ ആഗമനം എന്ന സീരീസാണ് നമ്മളിവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിലെ 4ാമത്തെ ഭാഗത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇംഗ്ലീഷുകാരെ പറ്റിയിട്ടാണ്. ഡീപ്പ് ലേണിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇതുവരെ പഠിച്ചു മാറ്റിയ പ്രധാനപ്പെട്ട യൂറോപ്യൻസ് ആയിരുന്നു പോർച്ചുഗീസുകാരും ഡച്ചുകാരും. ഈ പോർച്ചുഗീസുകാരെയും ഡച്ചുകാരെയും പറ്റി പഠിക്കുന്നത് പോലെ ഇംഗ്ലീഷുകാരെ പറ്റിയിട്ടുള്ള മൊത്തമായിട്ടുള്ള വിവരണം ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തുക ഇച്ചിരി ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഏറെക്കുറെ 20ാം നൂറ്റാണ്ടിലെ മധ്യകാലഘട്ടം വരെ കേരളത്തിൻ്റെ ഒരു സുപ്രധാന ശക്തിയായിരുന്ന ആൾക്കാരായിരുന്നു ഇംഗ്ലീഷുകാരെന്ന് പറയുന്നത്. നമ്മളിനി അങ്ങോട്ട് പഠിക്കുന്ന ചരിത്രത്തിലെല്ലാം തന്നെ തിരുവിതാംകൂറിൻ്റെ ചരിത്രമായിരുന്നാലും മലബാറിലെ പ്രക്ഷോഭങ്ങളായിരുന്നിരുന്നാലും തിരുവിതാംകൂറിലെ പ്രക്ഷോഭങ്ങളായിരുന്നാലും അതിലെല്ലാം ഒരു സുപ്രധാനമായിട്ടുള്ള റോള് ഈ യൂറോപ്യൻ ശക്തിക്കുണ്ട്. സ്വാഭാവികമായിട്ടും ഇവരുമായി ബന്ധപ്പെട്ട ആരംഭ കാലഘട്ടത്തിലെ ചരിത്രമാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ വീഡിയോയിൽ പ്രധാനമായിട്ടും പഠിച്ചു മാറ്റുന്നത് കേരളത്തിലേക്കുള്ള ബ്രിട്ടീഷുകാരുടെ ആഗമനവും തുടക്ക കാലഘട്ടത്തിൽ അവരെങ്ങനെയാണ് ഇവിടെ ആധിപത്യം സ്ഥാപിക്കുന്നതും എന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചരിത്രമാണ്. തുടക്ക കാലഘട്ടത്തിൽ ഇവർ ആധിപത്യം സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചരിത്രമാണ്. രണ്ടാമതായി നമ്മൾ പഠിച്ചു മാറ്റുന്നത് ബ്രിട്ടീഷുകാരും ട്രാവൻകൂറും തമ്മിലുള്ള ബന്ധത്തെ പറ്റിയിട്ടാണ്. ഇവിടെ മാർത്താണ്ഡവർമ്മയും ബ്രിട്ടീഷുകാരും തമ്മിലുള്ള ബന്ധം, അതുപോലെ അഞ്ചുതങ്ങ് കലാപം, ആറ്റിങ്ങൽ കലാപം എന്നിവയെ പറ്റിയിട്ട് നമ്മൾ പഠിച്ചു മാറ്റുന്നു. മൂന്നാമതായി ഈ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് തലശ്ശേരി അഥവാ വടക്കൻ കേരളവും ബ്രിട്ടീഷുകാരും തമ്മിലുള്ള ബന്ധത്തെ പറ്റിയിട്ടാണ്. വളരെ അടിസ്ഥാനപരമായിട്ടുള്ള ആദ്യ കാലഘട്ടത്തിലെ ചരിത്രമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് നമ്മുടെ ടോപ്പിക്കിലോട്ട് പോകാം. ഈ മാർഗദർശിയായ ഇംഗ്ലീഷുകാരൻ എന്നറിയപ്പെടുന്നത് മാസ്റ്റർ റാൽഫിച്ചിനെയാണ്. മാസ്റ്റർ റാൽഫിച്ച് എന്ന ഇംഗ്ലീഷുകാരനെയാണ് മാർഗദർശിയായ ഇംഗ്ലീഷുകാരനെന്ന് അറിയപ്പെടുന്നത്. ഇദ്ദേഹം 1588 1591 ഈ 2 വർഷങ്ങൾക്കും ഇടയിലുള്ള കാലയളവിൽ കേരളത്തിൽ കാലുകുത്തിയതായി കൺസിഡർ ചെയ്യപ്പെടുന്നു. അതായത് കേരളത്തിൽ മാസ്റ്റർ റാൽഫിച്ച് എന്ന് പറയുന്ന ഇംഗ്ലീഷുകാരൻ 1588 1591 ഇടയിലുള്ള കാലഘട്ടത്തിൽ വന്നതായി കൺസിഡർ ചെയ്യപ്പെടുന്നു. എന്നാൽ വാണിജ്യപരമായിട്ടുള്ളതോ വ്യാവസായികപരമായിട്ടുള്ളതോ രാഷ്ട്രീയപരമായിട്ടുള്ളതോ ആയിട്ടുള്ള ഒരു ബന്ധവും ഈ കാലഘട്ടത്തിൽ ഇംഗ്ലീഷുകാരുമായിട്ടോ സാമൂതിരിയായിട്ടോ കേരളത്തിലെ മറ്റു രാജാക്കന്മാരുമായിട്ടോ ഉണ്ടായിരുന്നില്ല. അതുണ്ടായത് 1615 ക്യാപ്റ്റൻ കീലിംഗ് സാമൂതിരിയുടെ സദസ്സിലെത്തുന്നതോടുകൂടിയായിരുന്നു. ക്യാപ്റ്റൻ കീലിംഗ് 1615 കോഴിക്കോട് തീരത്തെത്തി. ഇദ്ദേഹം മലബാർ സന്ദർശിക്കുകയും അവിടെ സാമൂതിരിയുമായിട്ട് ഒരു ഉടമ്പടിയിൽ ഒപ്പുവയ്ക്കുകയും ചെയ്തു. ഈ ഉടമ്പടി പ്രകാരം കൊച്ചിയിലും കണ്ണൂരും ആധിപത്യം ഉറപ്പിച്ചിരുന്ന പോർച്ചുഗീസുകാരെ അവിടെ നിന്ന് തുരത്തുന്നതിന് വേണ്ടി സാമൂതിരിയെ സഹായിക്കാം എന്ന ഉറപ്പ് ഇംഗ്ലീഷുകാർ ക്യാപ്റ്റൻ കീലിംഗിലൂടെ സാമൂതിരിക്ക് നൽകി. പകരം പോർച്ചുഗീസുകാർക്ക് ഇവിടെ വ്യവസായം നടത്തുന്നതിന് വേണ്ടിയിട്ട്, കൂടുതൽ ഫാക്ടറികൾ സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ വ്യാവസായിക ശാലകൾ രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സഹായം ആര് ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞു? സാമൂതിരിയും ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ 1615 സാമൂതിരിയും ക്യാപ്റ്റൻ കീലിംഗും തമ്മിൽ ഒരു പരസ്പര സഹായ വ്യവസ്ഥയിൽ ഒപ്പിടുകയാണ് ചെയ്തത്. 1634 ആയപ്പോഴത്തേക്കും കേരളത്തിലുണ്ടായിരുന്ന പോർച്ചുഗീസുകാരും ഒപ്പം തന്നെ ഇംഗ്ലീഷുകാരും തമ്മിൽ കൂടുതലായിട്ട് അടുത്തു. ഇതിൻ്റെ ഫലമായി ഇവർ തമ്മിലും ഒരു ഉടമ്പടിയിൽ ഒപ്പിട്ടു. ഈ ഉടമ്പടി പ്രകാരം എല്ലാ പോർച്ചുഗീസ് തുറമുഖങ്ങളിലോട്ടും ഇംഗ്ലീഷുകാർക്ക് പ്രവേശനം ലഭിക്കുകയുണ്ടായി. 1634 പോർച്ചുഗീസുകാരും ഇംഗ്ലീഷുകാരും തമ്മിലൊരു കരാറിലൊപ്പിട്ടു. ഈ കരാർ പ്രകാരം കേരളത്തിലെ എല്ലാ പോർച്ചുഗീസ് തുറമുഖങ്ങളിലേക്കും ആർക്ക് പ്രവേശനം ലഭിച്ചു? ബ്രിട്ടീഷുകാർക്ക് പ്രവേശനം ലഭിച്ചു. ഇതേ തുടർന്ന് 1636 ആയപ്പോഴത്തേക്കും കേരളത്തിൽ നിന്നും ഇംഗ്ലണ്ടിലേക്ക് അല്ലെങ്കിൽ ബ്രിട്ടനിലേക്ക് ആദ്യത്തെ കുരുമുളകുമായി കപ്പലിനെ കയറ്റി അയക്കാൻ വേണ്ടിയിട്ട് ഇംഗ്ലീഷുകാർക്ക് ഇംഗ്ലീഷുകാർക്ക് സാധിക്കുകയാണ് ചെയ്യുന്നത്. ഒന്നും കൂടി 1634 പോർച്ചുഗീസുകാരുമായിട്ട് വെച്ച സന്ധിയുടെ പുറത്ത് സന്ധി വയ്ക്കുന്നു, അല്ലെങ്കിൽ ഒരു ഉടമ്പടി വയ്ക്കുന്നു. ഈ ഉടമ്പടിയുടെ ഭാഗമായി 1636 ഇംഗ്ലീഷുകാർക്ക് കേരളത്തിൽ നിന്ന് കുരുമുളക് അവരുടെ നാട്ടിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സാധിച്ചു. പിന്നീട് അവരെന്ത് ചെയ്തു? താഴേക്ക് അല്ലെങ്കിൽ തെക്കൻ കേരളത്തിലോട്ട് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തുടങ്ങി. അന്ന് തെക്കൻ കേരളം ഭരിച്ചിരുന്ന വേണാട് രാജാവായിരുന്നു രവിവർമ്മ എന്ന് പറയുന്നത്. രവിവർമ്മയിൽ നിന്ന് ഇവരെന്ത് ചെയ്തു? ഒരു അനുമതി മേടിച്ചു. ഈ അനുമതിയെ തുടർന്ന് ഇവർക്ക് വിഴിഞ്ഞത്ത് അല്ലെങ്കിൽ ഇംഗ്ലീഷുകാർക്ക് വിഴിഞ്ഞത്ത് ഒരു ഫാക്ടറി സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അനുവാദം ലഭിച്ചു.
അങ്ങനെ ഇംഗ്ലീഷുകാർ കേരളത്തിൽ അവരുടെ ആദ്യത്തെ ഫാക്ടറി വിഴിഞ്ഞത്ത് സ്ഥാപിക്കുകയാണ് ചെയ്തത് 1644. ഇതിനു വേണ്ടിയിട്ട് അവരെ സഹായിച്ചിട്ടുള്ള വേനാട് രാജാവായിരുന്നു ആരെന്ന് പറയുന്നത് രവിവർമ്മ എന്ന് പറയുന്നത്. ഈ കാലഘട്ടം എന്ന് പറയുന്നത് മധ്യ കേരളത്തിൽ പ്രധാനമായിട്ടും കൊച്ചിയിൽ ഡച്ചുകാരുടെ സ്വാധീനം കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. ഒപ്പം തന്നെ ഡച്ചുകാർ തിരുവിതാംകൂറിലോട്ടോ അല്ലെങ്കിൽ തെക്കൻ കേരളത്തിലോട്ടോ കടന്നു വരുന്ന ഒരു കാലഘട്ടം കൂടി ആയിരുന്നു. സ്വാഭാവികമായിട്ട് ഇംഗ്ലീഷുകാർക്ക് ഡച്ചുകാരുടെ ഭാഗത്ത് നിന്ന് വലിയ രീതിയിലുള്ള വെല്ലുവിളികൾ ഈ സമയത്ത് നേരിടേണ്ടതായിട്ട് വന്നു. അവർ തെക്കൻ കേരളവും ഒപ്പം തന്നെ മധ്യ കേരളവും ഉപേക്ഷിച്ച് പൊന്നാനിയിലേക്ക് അവരുടെ പ്രവർത്തനങ്ങൾ മാറ്റുന്ന ഒരു കാലഘട്ടം കൂടിയായിരുന്നു ഈ 1644 കാലഘട്ടം എന്ന് പറയുന്നത്. 1664 ആയപ്പോഴത്തേക്കും സാമൂതിരിയുടെ അടുത്ത് ഇംഗ്ലീഷ് റെപ്രസെൻറ്റേറ്റീവ്സ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഓഫീഷ്യൽസ് എന്ത് ചെയ്യുവാണ് പോയതിനു ശേഷം കോഴിക്കോട് ഒരു ഫാക്ടറി നിർമ്മിക്കാൻ വേണ്ടിയിട്ട് അനുമതി ചോദിച്ചു. കോഴിക്കോട് ഒരു ഫാക്ടറി നിർമ്മിക്കാനുള്ള അനുമതി ചോദിച്ചു. സാമൂതിരി എന്ത് ചെയ്തു? ഫാക്ടറി നിർമ്മിക്കാനുള്ള അനുമതി കൊടുത്തതിന് ശേഷം ഇതിനെ പറ്റിയിട്ട് സാമൂതിരി ഒന്നും കൂടി ആലോചിച്ചപ്പോൾ ഇതേപോലെ ഫാക്ടറി നിർമ്മിക്കാൻ വേണ്ടിയിട്ട് വന്ന യൂറോപ്യന്മാരെല്ലാം ആർക്കിട്ട് പണി കൊടുത്തിട്ടേ ഉള്ളൂ, സാമൂതിരിക്കിട്ട് പണി കൊടുത്തിട്ടേ ഉള്ളൂ എന്നുള്ള കാര്യം അദ്ദേഹത്തിന് മനസ്സിലാവുകയും അദ്ദേഹം കൊടുത്തിട്ടുള്ള ഈ അനുമതിയിൽ നിന്നും ഇദ്ദേഹം എന്ത് ചെയ്യുകയും ചെയ്തു? പിൻവലിയുകയും ചെയ്തു. ഇതോടെ 1664 സാമൂതിരിയുടെ ഭാഗത്തു നിന്നും ഫാക്ടറി നിർമ്മിക്കാൻ കിട്ടിയ അവകാശം അല്ലെങ്കിൽ ഫാക്ടറി നിർമ്മിക്കാനുള്ള പെർമിഷൻ ഇല്ലാതാവുകയും ആ മോഹം ഇംഗ്ലീഷുകാർ ഉപേക്ഷിക്കുകയും ചെയ്തു. പിന്നീട് അവരെന്ത് ചെയ്തു? ഡച്ചുകാരുടെ സ്വാധീനം കുറഞ്ഞു വരുന്ന കാലഘട്ടത്തിൽ ഡച്ചുകാരുടെ സ്വാധീനം കുറഞ്ഞു വരുന്ന കാലഘട്ടത്തിൽ അവരെന്ത് ചെയ്തു? തെക്കൻ കേരളത്തിലോട്ട് കൂടുതൽ എന്ത് ചെയ്യാൻ തുടങ്ങി? സ്വാധീനം ചെലുത്താൻ വേണ്ടിയിട്ട് തുടങ്ങി. 1654 അവർ അഞ്ചുതെങ്ങ് വരുന്നു. അഞ്ചുതെങ്ങ് എന്ന് പറയുന്ന സ്ഥലത്ത് എത്തുന്നു. അന്ന് അഞ്ചുതെങ്ങ് എന്ന് പറയുന്നത് ആറ്റിങ്ങൽ റാണിയുടെ കീഴിലുണ്ടായിരുന്ന ഒരു പ്രദേശമായിരുന്നു. അഞ്ചുതെങ്ങ് എന്ന് പറയുന്നത്. ഇവിടെ ആറ്റിങ്ങൽ റാണിയുടെ കയ്യിൽ നിന്നും അഞ്ചുതെങ്ങിൽ ഒരു ഫാക്ടറി നിർമ്മിക്കാനുള്ള അവകാശം കൂടി ആര് നേടിയെടുത്തു? ഇംഗ്ലീഷുകാർ നേടിയെടുത്തു. പിന്നീട് 1690 ഈ അഞ്ചുതെങ്ങ് എന്ന് പറയുന്ന പ്രദേശത്ത് തന്നെ ഒരു കോട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ഫോർട്ട് കെട്ടാൻ വേണ്ടിയിട്ടുള്ള അനുമതിയും അവർ നേടിയെടുത്തു. ഇതോടുകൂടി ഈ അഞ്ചുതെങ്ങ് വിഴിഞ്ഞം മേഖലയിലെ പ്രധാനപ്പെട്ട യൂറോപ്യൻ ശക്തിയായിട്ട് അല്ലെങ്കിൽ കൂടുതൽ സുഗന്ധ വ്യഞ്ജന വ്യാപാരം നടത്തുന്ന യൂറോപ്യൻ ശക്തിയായിട്ട് ഇംഗ്ലീഷുകാർ മാറുകയാണ് ചെയ്തത്. പക്ഷേ 1697 ആയപ്പോഴത്തേക്കും ഇവിടെയുള്ള ജനങ്ങളും ബ്രിട്ടീഷുകാരും തമ്മിൽ വലിയൊരു അടിയായി. ഈ അടിയുണ്ടാകുന്നതിനുള്ള പ്രധാന കാരണം അല്ലെങ്കിൽ യുദ്ധം അല്ലെങ്കിൽ ഒരു കലാപം ഉണ്ടാകുന്നതിനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് കുരുമുളകിന്റെ വിലയിൽ ബ്രിട്ടീഷുകാർ കൃത്രിമം കാണിച്ചു എന്ന് ജനങ്ങൾ ആരോപിച്ച് ജനങ്ങൾ എന്ത് ചെയ്യുകയാണ്? അക്രമാസക്തരാകുകയാണ് ചെയ്തത്. അവർ ഈ അഞ്ചുതെങ്ങിലെ ബ്രിട്ടീഷ് ഫോർട്ട് അല്ലെങ്കിൽ ബ്രിട്ടീഷ് കോട്ട എന്ത് ചെയ്തു? ആക്രമിച്ച് കീഴടത്താനും ശ്രമിച്ചു. ഇങ്ങനെ ജനങ്ങൾക്ക് നീരസം ഉണ്ടായിരുന്നിട്ടും ബ്രിട്ടീഷുകാർ ചെയ്തിരുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ചുതെങ്ങിലെ രാജാവിന് അല്ലെങ്കിൽ ആറ്റിങ്ങൽ രാജ്ഞിയെ എന്ത് ചെയ്യുക? അവരുടെ കൂടെ നിർത്തുക എന്നുള്ളതായിരുന്നു ആര് ചെയ്തിരുന്നത്? ബ്രിട്ടീഷുകാർ ചെയ്തിരുന്ന കാര്യം എന്ന് പറയുന്നത്. അവർ ജനങ്ങൾ ഇങ്ങനെ വെല്ലുവിളിച്ചപ്പോഴും ജനങ്ങൾ ബ്രിട്ടീഷ് കോട്ടകളെ ആക്രമിച്ചപ്പോഴും അവർ കൂടുതലും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത് ആറ്റിങ്ങലിലെ റാണിക്ക് കൂടുതൽ വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ വാർഷികമായിട്ട് കൊടുക്കുക ഇങ്ങനെയുള്ള സാധനങ്ങളിലായിരുന്നു. എന്നിട്ട് കൂടെ നിർത്തുക എന്നുള്ള കാര്യങ്ങളിലായിരുന്നു ഇംഗ്ലീഷുകാർ കൂടുതലായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത്. ഈ നാട്ടുകാരും അതുപോലെ തന്നെ ഇംഗ്ലീഷുകാരും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് ഒരു വലിയ കലാപത്തിലോട്ട് 1721 ചെന്നെത്തിച്ചു. ഈ കലാപത്തിനെയാണ് ആറ്റിങ്ങൽ കലാപം എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് ആദ്യം 8 വീട്ടിൽ പിള്ളമാരെ പറ്റിയിട്ട് ഒന്ന് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഈ നമ്മൾ പറയുന്ന ഈ 1600 1800 കാലഘട്ടം എന്ന് പറയുന്നത് ഈ നമ്മുടെ നാട്ടിലെ രാജാക്കന്മാരുള്ളപ്പോൾ തന്നെ നമ്മുടെ നാട്ടിൽ ശക്തരായിട്ടുള്ള രാജാക്കന്മാരുള്ളപ്പോൾ തന്നെ ഈ രാജാക്കന്മാരുടെ കീഴിൽ പ്രവർത്തിക്കുന്ന പ്രഭുക്കന്മാരും ശക്തിയുള്ളവരായിരുന്നു. ഇവർക്ക് രാജാവിൻ്റെ അധികാരത്തിന് ചോദ്യം ചെയ്യാനും ജനങ്ങളെ കൂടെ നിർത്താനുമുള്ള കഴിവെല്ലാം ഉണ്ടായിരുന്നു. അപ്രകാരം തിരുവിതാംകൂറിലെ ഒരു ശക്തരായിട്ടുള്ള വിഭാഗമായിരുന്നു 8 വീട്ടിൽ പിള്ളമാരെന്ന് പറയുന്നത്. 8 വീട്ടിൽ പിള്ളമാർ ഈ ആറ്റിങ്ങൽ റാണിക്ക് ബ്രിട്ടീഷുകാർ ഈ വില കൂടിയ സമ്മാനങ്ങൾ കൊടുക്കുന്നത് അത്രയ്ക്ക് ഇഷ്ടം ഉണ്ടായിരുന്ന ആൾക്കാരായിരുന്നില്ല. അവർ ബ്രിട്ടീഷുകാരുടെ അടുത്ത് പറഞ്ഞു, റാണിക്ക് വേണ്ടി സമ്മാനങ്ങൾ ഇനി തങ്ങളിലേക്ക് എത്തിക്കണമെന്നും തങ്ങൾ എന്ത് ചെയ്യാം റാണിക്ക് സമ്മാനങ്ങൾ കൊടുക്കാമെന്നും ബ്രിട്ടീഷുകാരുടെ അടുത്ത് 8 വീട്ടിൽ പിള്ളമാർ പറഞ്ഞു. പക്ഷേ ബ്രിട്ടീഷുകാർ ഇത് കേൾക്കാൻ തയ്യാറായിരുന്നില്ല. ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? വേണ്ട, നമുക്ക് റാണിക്ക് കൊടുക്കാനുള്ള സമ്മാനങ്ങൾ നമുക്ക് കൊടുക്കാൻ അറിയാം എന്ന് പറഞ്ഞു. സ്വാഭാവികമായിട്ട് പിള്ളമാർ ജനങ്ങളെയും കൂടി കൂട്ടിയതിനു ശേഷം ഇംഗ്ലീഷുകാർ ഇനി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കാണാം എന്നുള്ള രീതിയിൽ വലിയ രീതിയിൽ വെല്ലുവിളികൾ എന്ത് ചെയ്തു ഉണ്ടാക്കി. ഈ വെല്ലുവിളികൾ അവഗണിച്ചുകൊണ്ട് 140 സൈനികരുടെ സഹായത്തോടു കൂടി അവിടെ ഉണ്ടായിരുന്ന ഇംഗ്ലീഷുകാർ വിലപിടിപ്പുള്ള സമ്മാനങ്ങളുമായി ആരെ കാണാൻ പോകുന്നു? ആറ്റിങ്ങലിലെ റാണിയെ കാണാൻ പോകുന്നു.
ഇത് ജനങ്ങൾ അറിയുകയും പിള്ളമാരുടെ സഹായത്തോടു കൂടി ജനങ്ങൾ എന്ത് ചെയ്യുകയാണ്, പ്രകോപിതരാകുകയും ഇംഗ്ലീഷുകാർക്കെതിരെ വലിയ കലാപം അഴിച്ചുവിടുകയും ചെയ്തു. ഈ കലാപത്തെ തുടർന്ന് അന്നുണ്ടായിരുന്ന ഇംഗ്ലീഷുകാരിലെ എല്ലാവരും എന്ത് ചെയ്യപ്പെട്ടു, കൂട്ടക്കൊല ചെയ്യപ്പെട്ടു. അന്ന് ഇംഗ്ലീഷ് ഫാക്ടറികളുടെ തലവൻ എന്നറിയപ്പെടുന്നത്, അന്ന് ഇവിടെ ഉണ്ടായിരുന്ന ഇംഗ്ലീഷ് ഫാക്ടറിയുടെ തലവൻ എന്നറിയപ്പെടുന്നത് ഗിഫോർഡ് എന്ന് പറയുന്ന പുള്ളിക്കാരനായിരുന്നു. ഗിഫോർഡ് എന്ന് പറയുന്ന ഇംഗ്ലീഷുകാരൻ ആയിരുന്നു. ഈ ഗിഫോർഡ് തലശ്ശേരിയിൽ നിന്ന് തമ്പടിച്ചിരുന്ന സൈന്യത്തിൻ്റെ അടുത്ത് തിരുവിതാംകൂറിലോട്ട് വരാൻ പറയുകയും തിരുവിതാംകൂറിലെത്തിയ അവർ ഇവിടെ എന്ത് ചെയ്യുകയും ചെയ്തു, കലാപത്തിനെ അടിച്ചമർത്തുകയും ചെയ്തു. തുടർന്ന് ഇംഗ്ലീഷ് സൈന്യം ആരെ കാണുന്നു, ആറ്റിങ്ങലിലെ റാണിയെ കാണുന്നു. ആറ്റിങ്ങലിലെ റാണിയുടെ അടുത്ത് പറയുന്നു, തങ്ങളുടെ സംരക്ഷണതയിലാണ് നമ്മൾ എന്ത് ചെയ്തേ വന്നത്, തങ്ങൾ നമുക്ക് എന്തെങ്കിലും സുരക്ഷ നൽകുക എന്ന ഉറപ്പിന് പുറത്താണ് ഞങ്ങൾ എന്ത് ചെയ്തത് വില കൂടിയ സമ്മാനങ്ങളുമായി നിങ്ങളെ കാണാൻ വന്നത്. പക്ഷേ നമുക്ക് വലിയ നാശനഷ്ടമാണ് സംഭവിച്ചത്. ഇതിന് എന്ത് ചെയ്യണം, പരിഹാരം ഉണ്ടാക്കണം എന്നുള്ളൊരു റിക്വസ്റ്റ് ആരുടെ മുന്നിൽ വയ്ക്കുന്നു, ഈ ഇംഗ്ലീഷുകാരെ ആറ്റിങ്ങൽ റാണിയുടെ ഫ്രണ്ടിൽ വെക്കുന്നു. തുടർന്ന് അവർക്ക് ഇഷ്ടമുള്ളിടത്ത് തിരുവിതാംകൂറിൽ ആറ്റിങ്ങൽ റാണിയുടെ കീഴിൽ വരുന്ന പ്രദേശങ്ങളിൽ ഇഷ്ടമുള്ളിടത്ത് ഫാക്ടറി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അനുവാദം എന്ത് ചെയ്യുവാണ്, ആറ്റിങ്ങലിലെ റാണി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒപ്പം തന്നെ ഒരു കാര്യം കൂടി കൊടുത്തു, ഈ മേഖലയിൽ നിന്നുള്ള സുഗന്ധ വ്യഞ്ജനങ്ങളുടെ കുത്തക കൂടി ആർക്ക് കൊടുത്തു, ഇംഗ്ലീഷുകാർക്ക് ആറ്റിങ്ങലിലെ റാണി കൊടുത്തു. ഈ മേഖലയിലെ മോണോപ്പൊളി ഇതോടുകൂടി ആർക്ക് ലഭിക്കുകയാണ് ചെയ്യുന്നത്, ഇംഗ്ലീഷുകാർക്ക് ലഭിക്കുകയാണ് ചെയ്യുന്നത്. 1723 അലക്സാണ്ടർ റോമും മാർത്താണ്ഡവർമ്മയും തമ്മിൽ ഒരു ഉടമ്പടിയിൽ ഒപ്പിടുന്നു. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂറിലെ രാജാവാകുന്നതിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടായിരുന്ന ആൾക്കാരായിരുന്നു 8 വീട്ടിൽ പിള്ളമാർ. ഈ 8 വീട്ടിൽ പിള്ളമാർ ആറ്റിങ്ങൽ കലാപത്തോടുകൂടി ആരുടെയും ശത്രുവായി മാറി, ബ്രിട്ടീഷുകാരുടെയും ശത്രുവായി മാറി. ഇവർ രണ്ടുപേരും ഒരുമിച്ച് ചേർന്നൊരു സഖ്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തയ്യാറായി. അങ്ങനെ ആറ്റിങ്ങലിലെ രാജകുമാരൻ എന്നറിയുന്ന മാർത്താണ്ഡവർമ്മയുമായി ചേർന്ന് എന്ത് ചെയ്യുവാണ്, ഇംഗ്ലീഷുകാരുടെ സഖ്യമുണ്ടാക്കി. ഇതിന് നേതൃത്വം കൊടുത്ത ഇംഗ്ലീഷുകാരനായിരുന്നു അലക്സാണ്ടർ റോം എന്ന് അറിയപ്പെടുന്നത്. ഇവരുടെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്ന് പിള്ളമാരെ അടിച്ചമർത്തുക എന്നായിരുന്നു. ഇതിനു വേണ്ടിയിട്ട് അവർ ചെയ്തത്, അല്ലെങ്കിൽ മാർത്താണ്ഡവർമ്മ ചെയ്തത്, ഇംഗ്ലീഷുകാർക്ക് കുളച്ചൽ കേന്ദ്രീകരിച്ച് ഒരു കോട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള അനുമതി കൊടുക്കുന്നു. പകരം ഇംഗ്ലീഷുകാർ മാർത്താണ്ഡവർമ്മയ്ക്ക് ആവശ്യമായിട്ടുള്ള ആയുധങ്ങളും സൈനിക ഉപകരണങ്ങളും കൊടുക്കാമെന്ന് എന്ത് ചെയ്യുവാണ്, ഒരു എഗ്രിമെൻറ്റ് വയ്ക്കുകയാണ് ചെയ്യുന്നത്. ഒരു ഇന്ത്യൻ ഭരണാധികാരിയും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിൽ ഒപ്പുവെച്ച ആദ്യത്തെ ഉടമ്പടിയായിരുന്നു ഏതെന്ന് പറയുന്നത്, ഈ അലക്സാണ്ടർ റോമും മാർത്താണ്ഡവർമ്മയും തമ്മിൽ ഒപ്പിട്ട 1723 ഉടമ്പടി എന്ന് പറയുന്നത്. ബ്രിട്ടീഷുകാർക്ക് തിരുവിതാംകൂർ പോലെ തന്നെ ഏറ്റവും സ്വാധീനമുണ്ടായിരുന്ന ഒരു പ്രദേശമായിരുന്നു തലശ്ശേരി എന്ന് പറയുന്നത്. തിരുവിതാംകൂറിൽ നിന്ന് തലശ്ശേരിയിലോട്ട് വന്ന ബ്രിട്ടീഷുകാർ കൊല്ലത്തു നാട്ടിലെ വടക്കേലങ്കൂർ രാജാക്കന്മാരുടെ അനുമതിയോടുകൂടി തലശ്ശേരിയിൽ ഒരു ഫാക്ടറി കെട്ടാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. ഈ മേഖലയിലെ സ്വാധീനമുണ്ടായിരുന്ന പ്രഭു ഗ്രൂപ്പുകളെയാണ് കുറങ്ങോത്ത് നായന്മാരെന്ന് അറിയപ്പെടുന്നത്. കുറങ്ങോത്ത് നായന്മാർക്ക് തലശ്ശേരിയിലെ ഈ ഇംഗ്ലീഷ് ഫാക്ടറി സ്ഥാപിക്കുന്നതിൽ വളരെ വലിയ അസംതൃപ്തി ഉണ്ടായിരുന്നു. ഈ കുറങ്ങോത്ത് നായന്മാരെന്ന് പറയുന്നത് തിരുവിതാംകൂറിൽ എങ്ങനെയാണോ 8 വീട്ടിൽ പിള്ളമാർ ആക്ട് ചെയ്തിരുന്നത്, അതുപോലെ ഈ തലശ്ശേരി പ്രദേശത്ത് ആക്ട് ചെയ്തിരുന്ന ആൾക്കാരായിരുന്നു ആരെന്ന് പറയുന്നത്, ഈ കുറങ്ങോത്ത് നായന്മാരെന്ന് പറയുന്നത്. ഇവർ തദ്ദേശീയരെ അവരുടെ ഭാഗത്ത് കൂട്ടിക്കൊണ്ട്, കുറങ്ങോത്ത് നായന്മാർ തദ്ദേശീയരായിട്ടുള്ള ജനങ്ങളെ അവരുടെ ഭാഗത്ത് കൂട്ടിക്കൊണ്ട് കോലോത്ത് നാട്ടിലെ രാജാവിൻ്റെ ഈ തലശ്ശേരിയിൽ ഇംഗ്ലീഷ് ഫാക്ടറി സ്ഥാപിക്കാനുള്ള തീരുമാനത്തെ വെല്ലുവിളിച്ചു. 1704-1705 കാലഘട്ടത്തിൽ കോലോത്തിരി നാട്ടിലെ ഈ ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുണ്ടായിരുന്ന ഒരു രാജാവിനെയും കൂട്ടിക്കൊണ്ട് കുറങ്ങോത്ത് നായന്മാരെ തദ്ദേശീയരെയും കൂട്ടി ഇംഗ്ലീഷുകാരുടെ തലശ്ശേരിയിലുണ്ടായിരുന്ന വിയർ ഹൗസിനെതിരെ എന്ത് ചെയ്യുവാണ്, ഒരു ആക്രമണം നടത്തുകയാണ് ചെയ്തത്. ഈ ആക്രമണത്തിൽ കനത്ത നഷ്ടം ഇംഗ്ലീഷുകാർക്ക് ഉണ്ടായി. കനത്ത നഷ്ടത്തെ തുടർന്ന് ഇംഗ്ലീഷുകാർ കോലോത്ത് നാട്ടിലെ രാജാവിനെ കാണാൻ വേണ്ടിയിട്ട് പോയി. രാജാവിനെ കാണാൻ വേണ്ടി പോയ ഇംഗ്ലീഷുകാർ രാജാവിൻ്റെ അടുത്ത് പറഞ്ഞു, അങ്ങയുടെ അനുമതി പ്രകാരമാണ് നമ്മളിവിടെ ഫാക്ടറി നിർമ്മിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായത്. പക്ഷേ നമ്മുടെ ജീവനോ സ്വത്തിനോ സ്വത്തുവകകൾക്കോ ഒന്നും സംരക്ഷണം കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്തിരുന്നില്ല, പറ്റിയില്ല. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ജീവന് വെല്ലുവിളി ഉണ്ടാകുന്ന രീതിയിൽ, വെല്ലുവിളി ഇല്ലാത്ത രീതിയിൽ താമസിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കോട്ട കെട്ടാനും അവിടെ സൈനികരെ നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അനുമതി കൂടി തരണമെന്ന് അവിടുത്തെ രാജാവിനെ പറഞ്ഞ് ഇംഗ്ലീഷുകാരെ വിശ്വസിപ്പിച്ചു. തുടർന്ന് ഇംഗ്ലീഷുകാർ തലശ്ശേരിയിൽ ഒരു കോട്ട കെട്ടാനുള്ള അനുമതി കോലോത്തിരി നാട്ടിലെ രാജാക്കന്മാർ ആർക്ക് കൊടുക്കുകയാണ്, ഇംഗ്ലീഷുകാർക്ക് കൊടുക്കുകയാണ്.
അങ്ങനെ 1720 ഓഗസ്റ്റ് 20 1708 ഓഗസ്റ്റ് 20 ആയപ്പോഴത്തേക്കും തലശ്ശേരിയിലെ ഇംഗ്ലീഷ് കോട്ട പൂർണ്ണമായിട്ടും എന്ത് ചെയ്യപ്പെട്ടു, രൂപീകരിക്കപ്പെട്ടു. അത് ഔദ്യോഗികമായിട്ട് ഇംഗ്ലീഷുകാർക്ക് കൈമാറ്റപ്പെടുകയും ചെയ്യുന്നു. ഇങ്ങനെ തിരുവിതാംകൂറിലും ഒപ്പം തന്നെ തലശ്ശേരിയിലും ഇംഗ്ലീഷുകാർക്ക് ആദ്യ കാലഘട്ടത്തിൽ എന്ത് ചെയ്യാൻ പറ്റി, ആധിപത്യം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് പറ്റി. പിന്നീട് ഇന്ത്യയിൽ ഇംഗ്ലീഷുകാർ സ്വാധീനം ചെലുത്തുന്ന സമയത്ത് ഇന്ത്യയുടെ അധികാരം എന്ന് പറയുന്നത് ഇംഗ്ലീഷുകാരുടെ കയ്യിലോട്ട് എത്തുന്ന സമയത്ത് കേരളത്തിന്റെ പൂർണ്ണ അധികാരം ആരുടെ കയ്യിലോട്ട് പോവുകയാണ്, ഇംഗ്ലീഷുകാരുടെ കയ്യിലോട്ട് പോവുകയാണ്. പിൽക്കാലത്ത് നടന്നത് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇംഗ്ലീഷുകാരുടെ അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വലിയ ചരിത്രമാണ്. അത് പിന്നീട് വരുന്ന വീഡിയോകൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. നമ്മൾ മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും. താങ്ക്